ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, ദേ വന്ന് കയറിയേക്കുന്ന 2 സാധനങ്ങൾ. ചോദിച്ചതോ മുട്ട ബജിയും ചായയും. ചായ ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ആദ്യത്തെ പരീക്ഷണം കേട്ടോ. എങ്ങനെയാവുമെന്ന് കണ്ടറിയാമെന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്തു തുടങ്ങിയത്. പക്ഷെ ലോട്ട്സ് ഓഫ് ഫൺ, ലോട്ട്സ് ഓഫ് പരദൂഷണം, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് മുട്ട ബജി ഞങ്ങൾ സെറ്റാക്കാൻ തുടങ്ങി. സംഭവം ഏകദേശം സെറ്റായ മട്ട കേട്ടോ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. ഇതിപ്പോൾ കുറച്ച് നാളായിട്ടോ ഇങ്ങനെ ഒരു കൂട്ടുകൂടൽ ഉണ്ടായിട്ട് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് കയറി വന്നിട്ടാണെങ്കിലും നമ്മളെല്ലാം സെറ്റ് ആക്കിയല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അലൻമോളുടെ കുറേ ഫണ്ട്സും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി വന്ന മസാലയിൽ ഞങ്ങൾ കുറച്ച് സവാളയും പൊരിച്ചെടുത്തു. ദേ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, ദേ വന്ന് കയറിയേക്കുന്ന 2 സാധനങ്ങൾ. ചോദിച്ചതോ മുട്ട ബജിയും ചായയും. ചായ ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തന്നെ മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ആദ്യത്തെ പരീക്ഷണം കേട്ടോ. എങ്ങനെയാവുമെന്ന് കണ്ടറിയാമെന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്തു തുടങ്ങിയത്. പക്ഷെ ലോട്ട്സ് ഓഫ് ഫൺ, ലോട്ട്സ് ഓഫ് പരദൂഷണം, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് മുട്ട ബജി ഞങ്ങൾ സെറ്റാക്കാൻ തുടങ്ങി. സംഭവം ഏകദേശം സെറ്റായ മട്ട കേട്ടോ കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. ഇതിപ്പോൾ കുറച്ച് നാളായിട്ടോ ഇങ്ങനെ ഒരു കൂട്ടുകൂടൽ ഉണ്ടായിട്ട് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് കയറി വന്നിട്ടാണെങ്കിലും നമ്മളെല്ലാം സെറ്റ് ആക്കിയല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അലൻമോളുടെ കുറേ ഫണ്ട്സും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി വന്ന മസാലയിൽ ഞങ്ങൾ കുറച്ച് സവാളയും പൊരിച്ചെടുത്തു. ദേ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.